ചക്ക പഴുത്തിട്ടുണ്ട്. ഇന്ന് ഇതിനെ കൊണ്ടൊരു പായസം വെച്ച് വെക്കാം, ചക്ക പായസം. ഞാനിത് മുറിച്ച് നോക്കട്ടെ. ഇത് പഴഞ്ചക്കയാണ്. ഇത് പണ്ടല്ല നമ്മൾ ഇതിനെ കൊണ്ട് നല്ലൊരു പായസം ഉണ്ടാക്കല്ലേ. ഇപ്പൊ ആരും അങ്ങനെ പഴഞ്ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കല്ല. ആദ്യത്തെ ചക്ക കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് പായസം ഉണ്ടാക്കാം, നോക്കാം. ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാം, ചെത്തിയിട്ട് കത്തി കൊണ്ടൊന്നും മുറിച്ചെടുക്കണ്ടില്ല. പഴഞ്ചക്ക ആയതുകൊണ്ട് വേഗം ഇത് എടുക്കുകയും കഴിയും. കുരു നോക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് നെയ്യില് വാട്ടിയിട്ട് പ്രഥമം വെക്കുന്ന പോലെ വരട്ടെ. ഇതാ ഞാനിത് കുരു പോക്കുന്ന. ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. 2 സ്പൂൺ നെയ്യിൽ ഒഴിച്ചിട്ട്, നെയ്യ് ചൂടായാല് ചക്ക വഴറ്റി വെക്കുക. ഇതിലിട്ടിട്ട് വഴറ്റ. ചക്കനെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റ് ആക്കി വെച്ചതാ. ഇത് ഉരുളിയിലിട്ടിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇതിൽ നിന്ന് കളറ് മാറുന്നവരെ അടി പിടിക്കാണ്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലാഞ്ഞാലിത് അടിയിൽ പിടിച്ചു പോകും. ചക്ക വഴറ്റിയാകുമ്പോഴത്തേക്ക് മറ്റേ അടുപ്പത്ത് നിന്നുണ്ട് ശർക്കര പാനിയോ തയ്യാറാക്കുകയും വെച്ചിട്ട്. ഇത് അടിയിൽ പിടിക്കാണ്ട് ഇളക്കുന്നതാ ഏറ്റവും വലിയ പണി. ഇത് നന്നായി ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. ചക്ക ഏതാണ്ട് ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയയിൽ ഒഴിക്കട്ടെ. ചക്ക നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. പാനിയയിൽ ഒഴിച്ചതിന്റെ ശേഷം ഇത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ചക്കയും ശർക്കരപ്പാനിയും എല്ലാം നന്നായി മിക്സായിട്ട് ഉടഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് 3 തേങ്ങേന്റെ പാലാ എടുത്തത്. ഇത് 2ാം പാലാ. ഇത് നന്നായിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നാല് വേണം നമുക്ക് 1ാം പാല് ഒഴിക്കുക. ഇതേതാനും കുറുകി വരുന്നുണ്ട്. ഇതിന്റെ ചക്കപ്പായസത്തിലൊന്നും കടിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് ഇത്തിരി അടവേപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ തട്ടിക്കൊടുക്കാം. ഞാൻ ഇതിലെടുത്തിട്ട് ഇടട്ടെ. ഇതിൽ വീണുപോയില്ല. മധുരം പിടിക്കുന്നവരെ ഒന്ന് ഇത് കുറുകിയെടുക്കണം. പൊടിച്ചു വെച്ച ഏലക്കായ് പൊടിയായി. ഇതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടാല് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 1ാം പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും ഇതിൽ ഒഴിച്ചിട്ട് ഇത് വാങ്ങി വെക്കാം.
ഇനി 2 സ്പൂണ് നെയ്യും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെങ്ങ് വാങ്ങി വെക്കാം. ചക്കപ്പായസം ഉണ്ടാക്കിയാൽ ഈസി ആയിട്ട് കഴിയും. ഇനി ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടിയായത്.